മഞ്ഞ പുതച്ചൊരു കടൽ കാത്തുനിന്നൊരു കാലമുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്. വിജയങ്ങളിൽ ആഘോഷമല തല്ലിയിരുന്ന ഒരു നല്ല കാലം. പതിറ്റാണ്ട് കടന്നുപോയ നിർഭാഗ്യത്തിന്റെ മൈതാനങ്ങൾ ആരാധകർക്കൊരു നീറുന്ന ഓർമ്മയാണിന്ന്. കോടിക്കണക്കിന് ആരാധകക്കൂട്ടം അവർക്കെതിരെ തിരിയുന്ന കാലം ഇതും കടന്ന് മഞ്ഞപ്പട മുന്നോട്ട് നീങ്ങുമെന്ന് ഉൾമനസ് തൊട്ടാഗ്രഹിക്കുന്നവരും അത് ചെറുതല്ല. കോച്ചുമാറിയൊരു മലയാളി ആ ദൗത്യം ഏറ്റെടുക്കുന്നു. അതിനാൽ ജയത്തിനപ്പുറം ജീവൻ മരണ പോരാട്ടത്തിന്റെ കൊച്ചിയിൽ അവരിറങ്ങി. ആത്മബന്ധത്തിനുമേൽ ആടിയുലഞ്ഞ ആരാധകർക്ക് മുന്നിൽ ഞങ്ങൾ ഇവിടെയുണ്ട്, കൈവിടരുതെന്ന ആത്മവിശ്വാസത്തിന്റെ കളിയഴക് കണ്ട കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ തോൽക്കാനാണ്? മുഹമ്മദൻസിനെതിരെ കച്ചകെട്ടി മഞ്ഞപ്പട മൈതാനത്തിറങ്ങി. തുടക്കം മുതൽ ആർത്തലച്ച് കൊൽക്കത്തൻ ഗോൾമുഖത്ത് ബ്ലാസ്റ്റേഴ്സ് നിറഞ്ഞാട്ടം. ആദ്യ പകുതിയിൽ തലനാരിഴയ്ക്ക് നഷ്ടമായ എണ്ണം പറഞ്ഞ അറ്റംപ്റ്റുകൾ. 62-ാം മിനിറ്റിൽ ഗോളിയുടെ പിഴവിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി മുന്നിലെത്തുന്നു. ആക്രമണ ഫുട്ബോളിന്റെ മനോഹാരിത കണ്ട രണ്ടാം പകുതിയിൽ 80-ാം മിനിറ്റിൽ കാൽപന്തിന്റെ സുവർണ നിമിഷങ്ങൾ ആവാഹിച്ച് നോഹ സദൂയിയുടെ മിന്നും ഗോൾ. കോറു സിംഗ് ഉയർത്തി നൽകിയ പന്ത് ബോക്സിന് വെളിയിൽ വെച്ച് ഹെഡ് ചെയ്ത് വലയിലേക്ക്. ആരാധകരെ നോക്കി തിരിച്ചുവരവിന്റെ നിമിഷങ്ങളെ മതിവരുവോളം ഒരു ആഘോഷമാണ്. 83-ാം മിനിറ്റിൽ വലയിലേക്ക് കയറിയ ഗോൾ റഫറിയുടെ തെറ്റായ തീരുമാനത്താൽ തട്ടിയകറ്റപ്പെടുന്നു. പക്ഷേ മതിയാക്കാൻ ഒരുക്കമല്ലാത്ത, വീണ്ടും ലക്ഷ്യസ്ഥാനം തൊടാൻ വെമ്പുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് പിന്നീട് കണ്ടത്. 90-ാം മിനിറ്റിൽ ലൂണയിലൂടെ കോഫിന്റെ ഒരു സുന്ദര ഗോൾ. പിണക്കം മറന്ന് ഗാലറി പതിവ് പോലെ അവർക്കായി ആഘോഷമൊരുക്കി. ഇതൊരു സൂചനയാണ് എഴുതിത്തള്ളിയവർക്കും വിമർശകർക്കും. ഉള്ളിലൊരു കനൽ ബാക്കിയിൽ നിന്ന് തീനാളമായി ബ്ലാസ്റ്റേഴ്സ് ഉയർത്തെഴുന്നേറ്റു. അവരുടെ പ്രിയപ്പെട്ട ആരാധക കുടുംബത്തിനായി നിരാശയുടെ ഭൂതകാലത്തിനുമേൽ പ്രത്യാശയുടെ കിരണം. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.